everyone, welcome to my new video. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ ആണ് കാണിക്കാൻ പോകുന്നത്. ഞാനൊരു MC ആണ്, ഒരു പ്രൊഫഷണൽ ആങ്കർ ആണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഇവൻ്റ് ഉണ്ട്. അത് ആലപ്പുഴ ജില്ലയിലെ കിടങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെഡിങ് റിസപ്ഷൻ ആണ്, ഈവനിങ് പ്രോഗ്രാം ആണ്. കിടങ്ങന്നൂരുള്ള ബാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇന്നത്തെ ഇവൻ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ലുക്ക്. ഈ ഒരു കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആവുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ നമ്മുടെ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഗസ്റ്റ് ആരും വന്നിട്ടേ ഇല്ല. നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ടീം മെമ്പേഴ്സ് മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അവിടെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റിൽ നടക്കുവാണ്. ഏകദേശം ഒരു 1 hour കൂടെ കഴിയും നമ്മളുടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. കാരണം നമുക്ക് ഇറങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാത്രമല്ല കുറച്ച് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ടൈം കൂടി ആയതുകൊണ്ട് അതൊക്കെ കൺസിഡർ ചെയ്താണ് നേരത്തെ വന്നത്. അപ്പോൾ ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റ് അറേഞ്ച്മെൻറ്റ്സിൻ്റെയൊക്കെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ പിന്നെയും കുറച്ച് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അകത്തുനിന്ന് പുറത്തേക്കൊക്കെ വന്നു, കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. മാത്രമല്ല ഞാൻ മൈക്കും വോയിസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ ആ ഒരു ടൈം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ആ സമയത്ത് വോയിസൊക്കെ ചെക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെ കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് കുറച്ച് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ നെക്സ്റ്റ് ഡേ, അതിൻ്റെ അടുത്ത ഡേയിലൊക്കെ എനിക്ക് ഇവൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിഗാർഡിങ് കോൾസ് ആയിരുന്നു. ഞാൻ പിന്നെ അതൊക്കെ ആ ഒരു ടൈമിൽ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഇവൻറ്റ് പ്ലാനർ എന്ന് പറയുന്നത് നമ്മുടെ കായംകുളത്തുള്ള എലാമർ ഇവൻറ്റ്സ് ആണ്. അവർ ഓൾ കേരള ഇവൻറ്റ്സ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് എലാമർ ഇവൻറ്റ്സിൻ്റെ കൂടെ. അപ്പം ഡെക്കറേഷൻസും ഫുഡും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു തരാം. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ഞാനവിടെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അകത്തിരുന്നിട്ട് എൻ്റെ നെക്സ്റ്റ് ഇവൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രിപ്പറേഷൻസും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നത് നമ്മുടെ ഒരു ഇവൻറ്റിന് നമ്മൾ നേരത്തെ ചെല്ലുമ്പോൾ കുറേ ടൈം അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ. ആ സമയത്ത് എനിക്ക് നെക്സ്റ്റ് ഇവൻറ്റിന് അല്ലെങ്കിൽ എൻ്റെ നെക്സ്റ്റ് ടു ഡു ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ള സമയം എനിക്ക് അവിടെ കിട്ടും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആരും വന്നിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവൻറ്റ് ഒരു 6:30 ആ ഒരു ടൈമിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സമയം 5:15 എന്തോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുറേ നേരം അവിടേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ അകത്ത് വന്നിട്ട് എനിക്ക് ചെയ്യാനുള്ള വർക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരു പ്രാവശ്യം എൻ്റെ ഒരു 50th ആങ്കറിങ് ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴും കുറച്ച് ലേറ്റ് ആയിപ്പോയായിരുന്നു കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ 50th കഴിഞ്ഞ് 60, 70th ആ ഒരു നമ്പറും കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എല്ലാ വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതേപോലെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ഞാനതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതും കുറവാണ്. ഇനി ഞാനത് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അതിലെനിക്ക് ഇങ്ങനെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആങ്കർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് ഒരു ഹൗ ടു ബിക്കം ആൻ ആങ്കർ, ഹൗ ടു ബിക്കം ആൻ MC എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരാം. അതായത് ഇപ്പം നമുക്കൊരു ആങ്കർ, പ്രൊഫഷണൽ MC ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളെ തന്നെ ഒന്ന് ഗ്രൂം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മളുടെ ആഗ്രഹം ഉണ്ടല്ലോ അതിനെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കുക, പുറത്ത് കൊണ്ടുവരിക. നമ്മുടെ ഇന്നർ ടാലൻസിനെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ നിന്നൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീടാണ് നമ്മൾ ഇവൻറ്റ്സിനെ കോണ്ടാക്ട് ചെയ്യുന്നത്, നമുക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. സോ ഫസ്റ്റ് നമ്മൾ തന്നെ നമ്മളുടെ ടാലൻസിനെ ഒന്ന് ഷാർപ്പൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്കത് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ബേസിക് ലെവൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആങ്കറിങ് കോഴ്സുകൾ, കോച്ചിങ് വല്ലതും ചെയ്യാം. അല്ലെങ്കിൽ വല്ല 1 day വർക്ക്ഷോപ്പൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ നിങ്ങൾക്കൊന്ന് അറ്റൻഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ വന്ന് മിററിൻ്റെ അവിടെ കുറേ മിറർ സെൽഫീസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പിന്നെയും പോയി എൻ്റെ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്.
പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതേപോലെ വന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എങ്ങനെ ഒരു പ്രൊഫഷണൽ MC ആകാമെന്നുള്ളത്. എനിക്കുണ്ടല്ലോ, എനിക്കിതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഇത് പലരോടും അന്വേഷിച്ചിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് പോലും കിട്ടാതിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാനിതെല്ലാം എൻ്റെ സ്വയം എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നിന്നും മാത്രം നേടിയെടുത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്കെങ്ങനെ ഒരു MC ആവാം. അപ്പോൾ MC എന്തായാലും കോൺടാക്ട് ചെയ്യുന്നത് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീംസ് ആയിരിക്കും. അപ്പം നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഓരോ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീംസിനെ ഞാൻ കോൺടാക്ട് ചെയ്തത്. അങ്ങനെ അവർക്ക് ഈ ആങ്കർ റിക്വയർമെൻറ്റ്സ് വരുമ്പം അവരെന്നെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇത്രയും നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഞാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്ട്സിലും ഞാൻ ഇതുപോലെ ഇവൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു MC ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പലർക്കും ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണ്. ചിലവർക്ക് ഇവൻറ്റ് അറ്റൻഡ് ചെയ്യുന്ന ദിവസം വരെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും കേട്ടോ. പക്ഷേ ആ ഇവൻറ്റിൻ്റെ ഡേയിൽ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ എങ്ങോട്ട് പോയി എന്നറിയാൻ വയ്യാത്തൊരു സ്റ്റേജിലേക്കൊക്കെ വരാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് അങ്ങനെ ഒരു വിഷയമില്ല. കാരണം ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ മൊമെൻറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മളുടെ അവിടുത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു MC എന്നുള്ള ലേബലിന് വേണ്ടിയിട്ടല്ല, നമ്മൾ ആ ഒരു മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രൊഫഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ വന്നാൽ മതി. പിന്നീട് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനുള്ള കുറേ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അതുപോലെ ഒരു ആങ്കറിൻ്റെ സ്റ്റേജിലെ വോയിസ് മോഡുലേഷൻ, അതുപോലെ നമ്മൾ ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് നന്നായിട്ട് വേണം. ഒരു സ്റ്റേജിനെ കുറച്ചുകൂടി എൻ്റർടൈനിങ് ആക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഹ്യൂമറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സ്റ്റേജിൻ്റെ സീരിയസ്നെസ് നമ്മൾക്ക് മനസ്സിലാവണം. അതായത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അവിടെ ഹ്യൂമറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമ്മളുടെ അറ്റയർ, അതുപോലെ തന്നെ നമ്മളുടെ വോയിസ്, നമ്മളുടെ ആ ഒരു മൂവ്മെൻറ്റ്സ്, ഇതെല്ലാം അവിടെ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലേ നിങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എവിടെ വേണേലും ട്രാവൽ ചെയ്യാം. നിങ്ങൾക്ക് എവിടെയാണോ ഇവൻറ്റ് റിക്വയർമെൻറ്റ് വരുന്നത് അവിടേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. പുതിയ പുതിയ ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഞാനൊരു ഇവൻറ്റിന് പോകുമ്പം നമ്മൾ എത്ര പേരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? നമുക്ക് അവിടെ ഒരുപാട് ന്യൂ ഫേസസിനെ കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് കോൺടാക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ പുതിയ ഫ്രണ്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പുതിയ കണക്ഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പുതിയ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ സ്കിൽസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ ഷൈ ആണ് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും ഭയങ്കര ഷൈ ആയിട്ടിരുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അതിനു മുൻപ് എനിക്ക് ഈ പറഞ്ഞ ഷൈനസും കാര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ നമ്മളുടെ സ്കിൽസൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മളങ്ങ് സപ്രസ് ചെയ്ത് വെക്കുമ്പോഴാണ് ഈ ഷൈ പോലുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഞാൻ അതെല്ലാം ഓവർകം ചെയ്താണ് ഈ ഒരു സ്റ്റേജിൽ വരെ എത്തിയതെന്ന് പറയുമ്പം എനിക്ക് ആ ഒരു പ്രൗഡ് എൻ്റെ വേർഡ്സിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗസ്റ്റൊക്കെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗസ്റ്റിനെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റേജിൽ വെച്ച് ഞാൻ ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇവിടെ ഈ ഒരു ലൈവ് മ്യൂസിക് ഇവരിങ്ങനെ പ്ലേ ചെയ്യുന്നത്. ഈ പുള്ളിക്കാരി ഉണ്ടല്ലോ, ഈ പാട്ട് പാടുന്ന ചേച്ചി തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു സിംഗറാണ്. പേര് ഞാൻ ഓർക്കുന്നില്ല, ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പാട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറെ പ്രമോദ് അങ്ങനെ എന്തോ പേരുള്ള വേറൊരു സിംഗർ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2-3 പേരെ പുതിയ കുറേ സിംഗേഴ്സിനെ ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു. സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഫോട്ടോസ് എടുക്കാനുള്ള അവസരമാണ്. അപ്പൊ നമുക്കിവിടെ ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം.
ഗോപിക സി ബാബു. അപ്പൊ നമ്മൾ കുറെ നേരമായിട്ട് നമ്മളുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർസ് അല്ലെ, അർജുൻ ആൻഡ് ഗോപിക നമ്മുടെ പുതിയ കപ്പിളാണ്. അപ്പൊ നമ്മൾ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. എല്ലാവരും വളരെ സുന്ദരിമാരും സുന്ദരന്മാരുമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവര് വരുമ്പോൾ നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. നല്ല കൈയടിയോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ കപ്പിളിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, സ്റ്റേജിൽ നമ്മുടെ പെണ്ണിനെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ല കൈയടി കൊടുത്ത് തന്നെ സ്വാഗതം ചെയ്യാം. Let's put our hands together and welcome our most beautiful couple, Arjun S. Raghavan and Gopika S. Babu, onto the stage. ഞങ്ങൾ എല്ലാവരും ആദ്യം തന്നെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആൻഡ് ഫൈനലി നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഇവിടെ നമ്മളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം അവരുടെ രണ്ടുപേരുടെയും ഫാമിലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. I'm sure many of you might know Arjun and Gopika personally. However, it's a formality. Let me introduce them. ഫസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിനെ പറ്റി തന്നെ പറയാം. നമ്മുടെ ഗ്രൂപ്പ് അർജുൻ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു കമ്പനിയിൽ പ്രോജക്ട് കോർഡിനേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബ്രൈഡ് ഗോപിക, ഷീ ഈസ് വർക്കിംഗ് ആസ് എ റിസർച്ച് അസിസ്റ്റന്റ് അറ്റ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രം. ഇനി രണ്ടുപേരുടെ പാരന്റ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറയാം. നമ്മുടെ ഗ്രൂപ്പിന്റെ ഫാദർ മിസ്റ്റർ സുരേഷ് ആർ, അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. ഗ്രൂപ്പിന്റെ മദർ ശാന്തി സുരേഷ് ഹൗസ് വൈഫ് ആണ്. ഇനി നമ്മുടെ ബ്രൈഡിന്റെ ഫാദർ മിസ്റ്റർ ബാബു പി കെ, അദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, റിട്ടയർഡ് ആയി. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരുന്നു അദ്ദേഹം റിട്ടയർഡ് ആയത്. ഇനി നമ്മുടെ ബ്രൈഡിന്റെ മദർ മിനി ബാബു, ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, ആൻഡ് റിട്ടയർഡ് ആയത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നമ്മുടെ കപ്പിളിനെ, ആൻഡ് ഫൈനലി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ സെറിമണിയിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ഫസ്റ്റ് കേക്ക് കട്ടിംഗ് ആണ് നടത്തുന്നത്. അതിനായി നമ്മുടെ ബ്രൈഡിനെ ഗ്രൂമിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇരുവരും ഒന്നിച്ച് ഈ കേക്ക് ഇവിടെ കട്ട് ചെയ്യുകയാണ്. ഒപ്പം രണ്ടുപേരുടെയും ഫാമിലീസും വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഇന്നത്തെ ഇവൻറ്റ് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള ചെങ്ങന്നൂരിനടുത്ത് കിടങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബാലകൃഷ്ണ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ്. ഇത് കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കൺവെൻഷൻ സെൻറ്റേഴ്സിലൊന്നാണ് കേട്ടോ. ഞാൻ ഇവിടെ വെച്ച് കുറേ ഇവൻറ്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയ കൺവെൻഷൻ സെൻറ്ററാണിത്. അപ്പോൾ ഇവിടെ ഞാൻ മോസ്റ്റ്ലി ചെയ്തിട്ടുള്ളത് വെഡ്ഡിങ് റിസപ്ഷനൊക്കെയാണ്. പിന്നെ അതുപോലെ എൻഗേജ്മെൻറ്റിൻ്റെ റിസപ്ഷനും ചെയ്തിട്ടുണ്ട്. കുറച്ച് വലിയ കൺവെൻഷൻ സെൻറ്റർ ആയത് കാരണം കുറച്ച് വലിയ പ്രോഗ്രാംസ് ആയിരിക്കും ഇവിടെ വെച്ച് നടത്തുന്നത്. ഈ ചേച്ചിയുടെ പാട്ടൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഇവൻറ്റ് കുറച്ച് ലേറ്റായിട്ടായിരുന്നു കഴിഞ്ഞത്. ഇവൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഗസ്റ്റൊക്കെ കുറേ പേര് പെട്ടെന്ന് അങ്ങ് പോയി കഴിഞ്ഞായിരുന്നു. രാത്രിയായിരുന്നു, പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. അത് കാരണം ഗസ്റ്റൊക്കെ കുറേ നേരത്തെ അങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഫ്രീ ആയി. ഞങ്ങളിങ്ങനെ വെറുതെ സംസാരിച്ച് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ ചേച്ചിയുടെ കൂടെ പാടുന്ന സിംഗേഴ്സും ഞങ്ങൾ കുറേ നേരം അടിച്ചു പൊളിച്ച് അവിടെയൊക്കെ നടന്നു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇതുപോലെ തന്നെയാണ് മോസ്റ്റ്ലി എല്ലാ ആങ്കറിങ് ഇവൻറ്റ്സിനും എനിക്ക് നല്ല രസമാണ്. നമുക്കൊരു ഡേ ശരിക്കും ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ സമയം കിട്ടുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഇതുപോലെ ഓരോ ഇവൻറ്റ് കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും നെക്സ്റ്റ് ഡേ തന്നെ പോസ്റ്റ് ചെയ്യണം. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പോലും സമയം കിട്ടില്ല. എനിക്ക് അപ്പോഴത്തേക്കിനും നെക്സ്റ്റ് റിക്വയർമെൻറ്റ് വന്നു കഴിയും. അപ്പോൾ പിന്നെ
ആ വർക്കിന് പോകും. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ വർക്കുണ്ട്, പിന്നെ പഠിക്കാനുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാത്തത്. ഈ ചേട്ടൻ്റെ പാട്ടും നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നീട് സംസാരിച്ചു എന്ന് പറഞ്ഞില്ല, അപ്പം പുള്ളിക്കാരനും വന്ന് ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഞാൻ പുള്ളിക്കാരൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരിയുടെ ഫാദറിൻ്റെ ഫ്രണ്ടാണ്. അപ്പം എൻ്റെ ആ ഒരു ഫ്രണ്ടും മ്യൂസിക്കൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, മ്യൂസിക് ഫീൽഡിൽ തന്നെ ഉള്ളവരാണ്. അപ്പം എൻ്റെ കൂടെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച ഒരുപാട് സിംഗേഴ്സ് ആയിട്ടുള്ളവരുണ്ട് കേട്ടോ. എനിക്കങ്ങനെ പാട്ട് പാടും, ഇവൻറ്റിനൊക്കെ ഞാൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, ഡാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രൊഫഷണലി ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അല്ലാതെ തന്നെ പാട്ടൊക്കെ പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ കൂടെ +2 പഠിച്ച കുറേ സിംഗേഴ്സായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അവരുമായിട്ട് പുള്ളിക്ക് പരിചയമുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന ഈ ദിവസം ഉണ്ടല്ലോ, ഇന്നും എനിക്കൊരു ഇവൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വന്ന ദിവസമാണ്. പക്ഷേ ഇന്നത്തെ ഇവൻറ്റ് കുറച്ച് ഭയങ്കര ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ല എഫേർട്ട് എടുത്ത് സംസാരിച്ചിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അത് കാരണം ഇപ്പം എൻ്റെ വോയിസൊക്കെ കുറച്ചൊക്കെ പോയി കിടക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളുടെ ഈ വെഡിങ് റിസപ്ഷൻ ഓൾമോസ്റ്റ് കഴിയാറായിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ സെലക്ഷൻ, ഇത് ശരിക്കും ഞാൻ 2021 ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു കളറായിരുന്നു ഇത്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ ബ്രദറിൻ്റെ മാരേജിന് എടുത്ത ഡ്രസ്സായിരുന്നു. എടുത്തതല്ല, മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താണ്, എൻ്റെ സ്വന്തം ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഇത് അധികം ഇവൻറ്റ്സിന് ഇട്ടിട്ടില്ല. ഇന്നത്തെ ഈവൻറ്റിന് ഞാൻ ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു MC ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവൻറ്റ്സൊക്കെ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഇവൻറ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ ചെയ്തു, നമ്മൾ ഓക്കെ പറഞ്ഞു, എന്നിട്ട് നമുക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഇവൻറ്റ് ടീമിനെ നിങ്ങൾ ആ ഒരു കാര്യം അറിയിക്കണം കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഒന്നാമത് അവർ ആകെപ്പാടെ ടെൻസ്ഡായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും, ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇൻ കേസ് മനുഷ്യരല്ലേ, ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ അവരോട് പറയാൻ നിൽക്കാതെ അപ്പോൾ തന്നെ നിങ്ങൾ പറയുക. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു റിസ്കിൽ നിൽക്കരുത്. അതായത് ചിലപ്പോൾ എങ്ങാനും എനിക്ക് പോകാൻ ടൈം കിട്ടിയാലോ അങ്ങനെയൊന്നും നോക്കരുത്. കാരണം ആ ഒരു ഇവൻറ്റ് കുളമാകാതിരിക്കേണ്ടതും കൂടി നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ആദ്യം അതിന് ഓക്കെ പറഞ്ഞെങ്കിൽ അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ സിറ്റുവേഷനൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ നേരത്തെ തന്നെ അത് ഓക്കെ പറയണം. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയണം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പറയണം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഇവൻറ്റിന് പോകാനെല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളവിടെ ഒരു പ്രോഗ്രാമിന് ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ അവരുടെ കംപ്ലീറ്റ് പ്ലാൻസും, കാരണം ഒരു ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ലൈഫിൽ അവരുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സാണ് ആ ഒരു സ്റ്റേജിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു വർക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് പറ്റില്ല എന്ന് പറയുമ്പം അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അവരുടെ വലിയൊരു ഡ്രീമായിരുന്നു ആ ഒരു മൊമെൻറ്റ്സ് കുറേ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി അവരൊരു ഹോസ്റ്റിനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റിൽ അവരങ്ങനെ അറിയുമ്പം അവരുടെ ലൈഫിലൊരു വലിയ ദിവസമാണ് നമ്മൾ കുളമാക്കി കൈ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം അതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രമിക്കും. പക്ഷേ എനിക്കതിന് സാധിക്കാറില്ല. കാരണം ഇപ്പം സീസൺ ടൈമിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് വർക്ക് കാണും. ഓഫ് സീസൺ ടൈമിലാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വർക്ക് കാണും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥകളുമാണ്. എനിക്കാണെങ്കിൽ ഒരുപാട് കോൾഡ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കാണെങ്കിൽ നേരത്തെ ടോൺസിലൈറ്റിസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി, ഞാൻ സർജറി എല്ലാം ചെയ്ത് കറക്റ്റാക്കി. എന്നാലും നമ്മൾ കുറച്ച് കോൾഡ് അലർജിക് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം എന്നെപ്പോലെ എനിക്ക് തണുത്ത സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ചിലപ്പം
പനി പിടിക്കാനോ അല്ലെങ്കിൽ വോയിസ് ചേഞ്ച് വരാനോ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവൻറ്റ്സിന് പോകുന്നതിന് 2-3 ദിവസം മുന്നേ ഇങ്ങനത്തെ ഐസ്ക്രീംസ് അതുപോലെ ഭയങ്കരമായിട്ടുള്ള കൂൾ ഐറ്റംസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിൽ കുറച്ച് കോൺഷ്യസ് ആവാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓൾറെഡി ഒരു ടീമിനോട് ഒരു ഫാമിലിയോട് നമ്മളൊരു വർക്ക് ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. അത് നമ്മളുടെ ഈ ഒരു ആങ്കറിങ് എന്ന് പറയുന്ന പ്രൊഫഷനോടുള്ള ഒരു എത്തിക്സ് ഒക്കെ നമുക്ക് കുറച്ച് കാണിക്കേണ്ട സമയങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് വർക്ക് ഉണ്ട് എന്നുള്ള ഒരു ചിന്തയോ അങ്ങനെ ഒന്നും കൺസിഡർ ചെയ്യാതെ വലിച്ചു വാരി ഫുഡൊക്കെ കഴിക്കും. അതിപ്പം കോൾഡ് ഐറ്റംസ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കുക. അല്ലെങ്കിൽ അവർക്ക് പിറ്റേ ദിവസം ഒരു വർക്ക് ഉണ്ടെങ്കിൽ തലേ ദിവസം ലേറ്റ് നൈറ്റായിട്ട് അനാവശ്യമായിട്ട് ചുമ്മാ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എത്തിക്സ് ഇല്ലായ്മയാണ്. ഇതിപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഈ ഒരു ആങ്കറിങ് ചെയ്യുന്നത് കൊണ്ട്, ചെറുപ്പം മുതലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതല്ല, അല്ലാതെ സ്കൂളിലും കോളേജിലും അതുപോലെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ അടുത്തും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഞാനിതെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അപ്പം എൻ്റെ ചെറിയ ഏജ് മുതലേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കുറച്ച് ശ്രദ്ധിക്കാറ്. മാത്രമല്ല വീട്ടിലും ഇതുപോലെ കുറച്ച് സജഷൻസ് പറയായിരുന്നു. തലേ ദിവസമൊന്നും തണുത്ത സാധനം കഴിക്കരുത്. നമ്മുടെ ഇന്നത്തെ ഇവൻറ്റിന് വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നും ഇല്ലായിരുന്നു. ലൈവ് മ്യൂസിക് മാത്രമായിരുന്നു ഇവിടെ സൈഡിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ചില ഇവൻറ്റ്സിലൊക്കെ ഡാൻസ് പ്രോഗ്രാംസ് വെക്കാറുണ്ട്. അതുപോലെ പലരുടെയും വേറെ ഫാമിലിയിലുള്ളവരുടെയൊക്കെ പ്രോഗ്രാംസ്, ഗെയിം സെഷനൊക്കെ വെക്കും. അത് നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നമ്മുടെ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ്. നമ്മൾ ഫസ്റ്റ് അവരോട് ചോദിക്കും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ സൈഡിലുള്ള നമ്മുടെ പ്ലാൻസും സജഷൻസും വെക്കും. അപ്പോൾ അവർക്കത് ഓക്കെ ആണെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ബ്രൈഡും ഗ്രൂമും അവർ പറഞ്ഞ് നമുക്ക് കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പാണ്, അതുകൊണ്ട് നമുക്ക് ഇന്ന് വേറെ ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ സ്റ്റേജിൽ ലാമ്പ് ലൈറ്റിംഗ്, കേക്ക് കട്ടിങ്, ദെൻ ഇങ്ങനെ ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ആ സ്റ്റേജിൽ ഫോട്ടോ സെഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ സൈഡിൽ ലൈവ് മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ പാട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ ഒരു ഫോട്ടോ സെഷൻ ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായ ടൈമിൽ നമ്മളവിടെ ഗസ്റ്റിന് താങ്ക്സ് പറയുകയാണ്. പിന്നെ കുറച്ച് ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് പോകാനായിട്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചെറിയ മഴയൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. ഇത് കുറച്ച് നാൾ മുന്നേ നടന്ന ഒരു ഇവൻ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ മെയ് ലാസ്റ്റ് വീക്ക് നടന്ന ഇവൻ്റാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ തിരക്ക് കാരണമാണ് എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഇത്രയും താമസിച്ചു പോയത്. നമ്മളും പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഗസ്റ്റൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രൈഡും ഗ്രൂമും അവരുടെ ഫാമിലിയും നമ്മളെല്ലാവരും കൂടെ അവിടെ കുറേ നേരം സംസാരിച്ചൊക്കെ നിന്നു. അപ്പോഴും ഈ ലൈവ് മ്യൂസിക് അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ഗായ്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരുടെ പാട്ട്. പ്രത്യേകിച്ച് ആ ചേട്ടൻ്റെ പാട്ട് അടിപൊളിയായിരുന്നു. ആ റെഡ് ഷർട്ട് ഇട്ട ചേട്ടനില്ലേ, അപ്പോൾ പുള്ളിയുടെ പാട്ടിങ്ങനെ വീണ്ടും വീണ്ടും പാടണമെന്ന് അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ പിന്നെ അവിടെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല പുറത്ത് ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് വന്നു. എന്നിട്ടും പുള്ളിയുടെ പാട്ട് അവിടെ കേട്ടിട്ട് ഞാൻ കുറച്ച് നേരം കൂടി അവിടെ നിന്നു. എന്നിട്ട് പിന്നെ നേരെ പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴാണ് ഈ ചേട്ടനും ഈ ചേച്ചിയും കൂടെ വന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വന്നത്. അങ്ങനെ നമ്മൾ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ ഒടുവിൽ തിരിച്ച് വീട്ടിലും എത്തി ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.